ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. 2026 മാർച്ച് 27 തീയതി അടുത്ത വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ കൂടെ വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുന്നതിന് നമ്മുടെ സഭ ഒരുങ്ങുകയാണ്. അഭിവന്യ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നിയമിച്ചിരിക്കുന്ന ഒരു സമിതി അതിൻ്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. സഭയുടെ പ്രധാനപ്പെട്ട കൂദാശകളിൽ ഒന്നാണ് വിശുദ്ധ മൂറോൻ കൂദാശ. വിശുദ്ധ മാമുദീസായിൽ വ്യക്തികൾക്ക് നൽകുന്ന മൂറോൻ അഭിഷേകത്തെ വേറിട്ട ഒരു കൂദാശയായി കണക്കാക്കേണ്ടതില്ല. കിഴക്കൻ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ മാമുദീസായുടെ അവിഭാജ്യ ഘടകമാണ് വിശുദ്ധ മൂറോൻ. എന്നാൽ മൂറോൻ തൈലത്തിൻ്റെ ശുദ്ധീകരണത്തെ ഒരു കൂദാശയായി കാണുന്നതിൽ തെറ്റില്ല താനും. മൂറോൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിമള തൈലം എന്നാണ്. ഈ വാക്ക് കേൾക്കുമ്പോഴേ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിശിഷ്ട തൈലം പരിശുദ്ധാത്മാവിൻ്റെ മാത്രം പ്രതീകമാണ് എന്ന ധാരണയും വിശുദ്ധ മാമുദീസായിൽ മൂറോൻ അഭിഷേകം മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്ന ധാരണയും ഇവ രണ്ടും ശരിയല്ല. വിശുദ്ധ മാമുദീസായിൽ മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് ഇപ്രകാരമാണ്: മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാൽ ഇന്നയാൾ മുദ്ര കുത്തപ്പെടുന്നു എന്നാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പരിശുദ്ധാത്മാവിനോടൊപ്പം മശിഹായെയും സ്ഥാനാർത്ഥി ഏറ്റുപറയുന്നതായ വിശ്വാസത്തെയും മൂറോൻ പ്രതിനിധീകരിക്കുന്നു. മൂറോൻ തൈലത്തിൻ്റെ കൂദാശാക്രമം പരിശോധിച്ചാൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം അത് മശിഹായുടെ പരിമളവാസനയെ പ്രതിനിധീകരിക്കുന്നു എന്ന ആശയം വളരെ വ്യക്തമാണ്. മാമുദീസ മുങ്ങലിന് മുമ്പ് തൈലം കൊണ്ട് ഒരു അഭിഷേകം ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ മാമുദീസ മുങ്ങലിന് ശേഷം ഒരു തൈലം പൂശൽ സഭയിൽ ആരംഭിച്ചത് തന്നെ 4-ാം നൂറ്റാണ്ട് മുതലാണ്. അന്യവിശ്വാസത്തിൽ മാമുദീസ ഏറ്റവർ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം അവർക്ക് വീണ്ടും മാമുദീസ നൽകാതെ സഭാംഗങ്ങളാക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷ എന്ന നിലയിലാണ് ഈ അഭിഷേകത്തിൻ്റെ ആരംഭം തന്നെ. അതിനാൽ അത് സത്യവിശ്വാസത്തിൻ്റെ പ്രതീകവുമാണ്. മാമുദീസായിൽ ഉടനീളം പരിശുദ്ധാത്മ ദാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. സ്നാനത്തിന് മുമ്പ് നൽകുന്ന അഭിഷേകത്തിലും വെള്ളം ശുദ്ധീകരിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന അപേക്ഷയുണ്ട്. അവയുടെ എല്ലാം പൂർത്തീകരണമാണ് മൂറോൻ അഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും തൈലത്താൽ അഭിഷേകം ചെയ്തിരുന്നു. ഈ മൂന്ന് സ്ഥാനങ്ങളും വിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇവ മൂന്നും അവന് നൽകിയിരുന്നു. എന്നാൽ പാപം ചെയ്ത് അവയെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. വിശുദ്ധ മാമുദീസായിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും സൃഷ്ടി മുഴുവനെയും ഭരിക്കേണ്ട രാജാവും സൃഷ്ടിക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട പുരോഹിതനും ദൈവഹിതം മനസ്സിലാക്കി അത് സൃഷ്ടിയിലെ സർവചരാചരങ്ങളെയും അറിയിക്കേണ്ട പ്രവാചകനുമായിട്ട് അവൻ വീണ്ടും അവരോധിക്കപ്പെടുകയാണ്. അതിനാൽ ഇന്ന് സുറിയാനി പാരമ്പര്യത്തിൽ മാമുദീസായ്ക്കും മദ്ബഹ, തബലൈത്ത, പള്ളി എന്നിവയുടെ കൂദാശയ്ക്കും മാത്രമേ മൂറോൻ ഉപയോഗിക്കാറുള്ളൂ. രോഗികളെയും മാമോദീസ മുങ്ങുന്നതിന് മുമ്പ് സ്നാനാർത്ഥികളെ അഭിഷേകം ചെയ്യുന്ന തൈലവും അത് മൂറോനിൽ നിന്ന് വ്യത്യസ്തമായ കൂദാശ ചെയ്യപ്പെട്ട സൈത്ത് തൈലം മാത്രമാണ്. അതിന് മൂറോനല്ല ഉപയോഗിക്കുന്നത്. ആവശ്യം വരുമ്പോൾ മാത്രം ഈ വിശിഷ്ട തൈലം കൂദാശ ചെയ്യുന്നതിനാൽ അത്യപൂർവമായി മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണിത്. ഏതാണ്ട് 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ സഭയിൽ ഇത് നടത്താറ്.
വിശുദ്ധ മൂറോൻ കൂദാശയെക്കുറിച്ച് നമുക്ക് ആദ്യമായി ലഭിച്ചിരിക്കുന്നതായ വ്യാഖ്യാനം അഥീനയിലെ അരയോപകത്തിലെ ദിവന്നാസിയോസ് അഥവാ സ്യൂഡോ ഡൈനേഷ്യസ് എന്ന് പരക്കെ അറിയപ്പെടുന്നതായ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണ്. 10ഓളം സുഗന്ധവർഗ്ഗങ്ങൾ ചേർത്ത് ഒലിവെണ്ണയിൽ തിളപ്പിച്ച് കാച്ചിയെടുക്കുന്ന തൈലവും ബൽസാം എന്ന സുഗന്ധദ്രവ്യവുമാണ് മൂറോൻ തൈലത്തിൻ്റെ പ്രധാന ചേരുവകൾ. അനേക ദിവസങ്ങളിലെ പ്രയത്നം ഇതിനാവശ്യമാണ്. തയ്യാറാക്കിയ സൈത്തെണ്ണയും ബൽസാം എന്ന സുഗന്ധവും വെവ്വേറെ പാത്രങ്ങളിലാക്കി കൂദാശ ചെയ്യുന്നതിന് മദ്ബഹായിലേക്ക് കൊണ്ടുപോകുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ മേൽപ്പട്ടക്കാർക്കെല്ലാം ഈ തൈലം കൂദാശ ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്നു. ഒരു മെത്രാപ്പോലീത്തായിക്ക് മൂറോൻ കൂദാശ ചെയ്യുവാൻ അധികാരമുണ്ട് എന്ന് ബാറബ്രായ ഹൂദായ കാനൂനിൽ പറയുന്നുണ്ട്. എങ്കിലും ഇന്ന് പാത്രിയർക്കീസിനും കാതോലിക്കായിക്കും മാത്രമേ മൂറോൻ കൂദാശ ചെയ്യുവാൻ അവകാശമുള്ളൂ. എവിടെ വെച്ച് വേണമെങ്കിലും കൂദാശ ചെയ്യാമെങ്കിലും സാധാരണഗതിയിൽ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സഭാ കേന്ദ്രങ്ങളിൽ വെച്ചാണ് കൂദാശ നടത്താറ്. മലങ്കര സഭയുടെ ആസ്ഥാനം പഴയ സെമിനാരി ആയിരുന്ന കാലത്ത് അവിടെ വെച്ച് മൂറോൻ കൂദാശ നടത്തിയിരുന്നു. അതിനുശേഷം ദേവലോകത്തേക്ക് സഭയുടെ ആസ്ഥാനം മാറ്റിയിട്ടും കുറേ കാലത്തേക്ക് പഴയ സെമിനാരിയിൽ തന്നെ കൂദാശ നടത്തിയിരുന്നു. പതിവ് തുടർന്നു വന്നു. പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ഒരു പ്രാവശ്യം പഴയ സെമിനാരിയിൽ വെച്ച് കൂദാശ നടത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ദേവലോകത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷം സ്ഥിരമായി ദേവലോക മരമന ചാപ്പലിൽ ഈ കൂദാശ നടത്തുന്ന പതിവ് തുടർന്ന് പോരുന്നു. ഉയിർപ്പ് പെരുന്നാളിൽ വിശുദ്ധ മാമോദീസ നൽകുന്ന പാരമ്പര്യമാണ് ആദിമ സഭയിൽ തുടർന്നു പോന്നിരുന്നത്. അന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി പെസഹ വ്യാഴാഴ്ച തൈലം കൂദാശ ചെയ്തിരുന്നു. പിന്നീട് വലിയ നോമ്പ് ഒഴികെ ഏതൊരു സമയത്തും മാമോദീസ നടത്താം എന്ന അവസ്ഥ വന്നപ്പോൾ പെസഹായ്ക്ക് കൂദാശ ചെയ്യുന്ന പതിവിനും മാറ്റം സംഭവിച്ചു. കൂദാശ ചെയ്യുവാനുള്ള അവകാശം ഏതാനും പേരിലേക്ക് പരിമിതപ്പെടുത്തിയപ്പോൾ വല്ലപ്പോഴും നടക്കുന്ന ഒരു കൂദാശയായും വല്ലപ്പോഴും നടക്കുന്നതിനാൽ കൂടുതൽ തൈലം സജ്ജമാക്കേണ്ടതായും വന്നു. ഈ പരിണാമങ്ങളെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് അമിത പ്രാധാന്യം നൽകി. വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമല്ലല്ലോ മറ്റ് ഒരു കൂദാശയും. എന്നാൽ വല്ലപ്പോഴും മാത്രം നടക്കുന്നത് കൊണ്ട് ഈ കൂദാശയ്ക്ക് ഒരുപക്ഷെ കുർബാനയേക്കാൾ പ്രാധാന്യം ഇന്ന് സാധാരണ വിശ്വാസത്തിൽ വന്നുപോയോ എന്ന് സംശയം തോന്നിയേക്കാം. വളരെ കാലത്തെ നോമ്പോടും പ്രാർത്ഥനയോടുമാണ് മൂറോൻ കൂദാശയ്ക്ക് ഒരുങ്ങുന്നത്. സഭ മുഴുവൻ ഉപവസിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ അവസാനം 40-ാം വെള്ളിയാഴ്ച സാധാരണയായി കൂദാശ ക്രമീകരിച്ചിരിക്കുന്നത്.